നമ്മളെ വീട്ടിൽ വാട്ടർ ടാങ്ക് എന്നും നിറഞ്ഞു വെച്ച് മുറ്റാകെ വെള്ളമാണ്. അതിനൊരു പരിഹാരമായിട്ട് ഉണ്ടാക്കിയത് ഞാൻ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ തട്ടിക്കൂട്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. കാണാൻ വലിയ ബ്യൂട്ടി ഒന്നുമില്ല, എന്നാലും സാധനം 1.5 വർഷമായിട്ട് നല്ല വർക്കിംഗ് തന്നെയാണ്. ഇത് പ്രവർത്തിപ്പിക്കണമെങ്കിൽ നമ്മളെ ഈ സിസ്റ്റത്തിൽ കാണുന്ന ഈ ചുവന്ന ബട്ടണാണ് ആദ്യം പ്രസ് ചെയ്യേണ്ടത്. അത് പ്രസ് ചെയ്തതിൻ്റെ ശേഷമാണ് പച്ച ബട്ടൺ പ്രസ് ചെയ്യേണ്ടത്. പച്ച ബട്ടൺ പ്രസ് ചെയ്താൽ മഞ്ഞ ഇൻഡിക്കേറ്റർ തെളിയും. അപ്പോൾ ടൈമർ ഓണാവും. ടൈമർ ഓണാവുമ്പോൾ മോട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവും. മോട്ടർ ഓണായി 140 സെക്കൻഡ് വരെ പൈപ്പിനോ മോട്ടറിനോ വയറിനോ ഒരു പ്രശ്നമില്ല, കണക്ഷനെല്ലാം ഓക്കെ ആണെങ്കിൽ 140 സെക്കൻഡ് കഴിഞ്ഞാൽ പച്ച ലൈറ്റ് കത്തും. പച്ച ലൈറ്റ് കത്തിയാൽ പിന്നെ ഇതേപോലെ ഇൻഡിക്കേറ്ററിൽ ഓരോ ഇൻഡിക്കേറ്ററും തെളിഞ്ഞ് ടാങ്ക് ഫുള്ളാവും. ടാങ്ക് ഫുള്ളാണ് ടൈമിലാണ് മിന്നി തെളിയുന്ന ഒരു ലൈറ്റ് കത്തും. മിന്നി തെളിയുന്ന ലൈറ്റ് കത്തിയാൽ ടാങ്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും. ടാങ്ക് ഓട്ടോമാറ്റിക്കായി ഓഫാകുന്നതിന് മുമ്പ് നമുക്ക് മോട്ടർ ഓഫാക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ ഈ ചുവന്ന ഈ ബട്ടൺ ഊരിയെടുത്താൽ മതി. ചുവന്ന ബട്ടൺ ഊരിയെടുത്താൽ മോട്ടോർ ഓട്ടോമാറ്റിക്കായി ഓഫാവും. ഓട്ടോമാറ്റിക്കായിട്ട് അല്ലാതെ മാനുവലായിട്ടും ഈ മോട്ടോർ പ്രവർത്തിപ്പിക്കാം. ഈ സ്വിച്ച് ഉപയോഗിച്ചാൽ മതി. ടാങ്കിലേക്ക് വെള്ളം കയറുന്ന സമയത്ത് ഈ ഇൻഡിക്കേറ്റർ ഇവിടെ തെളിയും. ഓവർഫ്ലോ ഉണ്ടാകുന്ന ടൈമിൽ ഈ ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ തെളിയും. ഏകദേശം 150 മീറ്റർ ദൂരത്താണ് കിണർ കിടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു കുന്നിൻ്റെ മുകളിലാണ് വീട്. ഇപ്പോൾ 1.5 വർഷമായി ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നമല്ല. നമ്മൾ ഈ വീഡിയോ എഡിറ്റൊന്നും ചെയ്തിട്ടില്ല, നേരിട്ട് അപ്ലോഡ് ചെയ്യാണ്. ഇതെൻ്റെ ഒരു പുതിയ ചാനലാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ പഴയ ചാനലുണ്ടോ? ഇല്ല, പഴയ ചാനലില്ല, ഇത് പുതിയ ചാനലാണ്. അപ്പോൾ ഒരു ജാക്ക് ഫ്രൂട്ട് ചാനലാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് ചിലവില്ല കാര്യമില്ലല്ലോ. ഓക്കെ, താങ്ക്സ്.